മഴതോരും മുൻപിൽ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ മറക്കല്ലേ. അങ്ങനെ അപ്പനോട് സ്റ്റാൻലി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പക്ഷേ അപ്പന് അലീനെ അങ്ങോട്ട് കൊണ്ടുവരാൻ ഒരു താല്പര്യമില്ല. അപ്പം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അന്ന് കൊല്ലപ്പള്ളിക്കാരും അപ്പനും കൂടെ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവതക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നീ അവിടുന്ന് നാട്ടിലേക്ക് വന്നപ്പം എന്നെ വിളിച്ച് ചോദിച്ചു, നീ എപ്പോഴാണ് തിരിച്ച് ആഗ്രയിലേക്ക് പോകുന്നത്? 2 ആഴ്ച കഴിഞ്ഞേ പോത്തോളെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നീയും വൈജയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ കാര്യം വൈജയുടെ അച്ഛൻ എന്നോട് അന്വേഷിച്ചായിരുന്നു. എനിക്ക് ആ വിവാഹത്തിന് താല്പര്യം ഇല്ല എന്നുള്ള കാര്യം ഞാൻ അവരെ അറിയിച്ചായിരുന്നു. അത് സത്യമുള്ള കാര്യമാണ് ആണല്ലോ. പിന്നെ ഇതിലെവിടാണ് ഡീലെന്നൊക്കെ അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ആ ഇടയ്ക്കല്ലേ നിനക്ക് ആക്സിഡൻറ്റ് മാറ്റി 2 മാസം നീ കോമയിൽ കിടന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അത് കൊല്ലപ്പള്ളിക്കാർ ഉണ്ടാക്കിയ ആക്സിഡൻ്റ് ആയിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജോബി മരിച്ചു പോവുകയും ചെയ്ത്. പക്ഷേ ആ കേസിൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യം അപ്പൻ എടുത്തില്ല. അതുകൊണ്ടല്ലേ തെളിവുകളൊന്നുമില്ലാതെ ആ കേസ് തേഞ്ഞു മാഞ്ഞു പോയത്. പൗതക്കുട്ടി കുറച്ച് വിഷമത്തോടെ പറയുന്നുണ്ട്, അത് ആ കേസിനന്ന് തെളിവൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എപ്പോഴും നിൻ്റെ ജീവനും നിൻ്റെ രക്ഷയും മാത്രമേ ഉള്ളല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ പുറകെ പോയില്ല. അന്ന് നീ 2 മാസമല്ലേ കോമയിൽ കിടന്നേ എന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട്. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ബന്ധത്തിൽ എനിക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ അത് ഇത്രയും നാൾ ആരും ഇല്ലാതെ ജീവിച്ച് അതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ലെന്നൊക്കെ സ്റ്റാൻലി ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അവതക്കുട്ടി പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, നീ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. മാത്രവുമല്ല, അതൊരു ചെറിയ കുഞ്ഞല്ലേ, വലിയ കൊച്ചായി, അതൊക്കെ നിനക്ക് വലിയ ബാധ്യതയായി മാറുമെന്ന് അവതക്കുട്ടി പറയുന്നുണ്ട്. പക്ഷേ സ്റ്റാൻലി എന്തോ മനസ്സിൽ ഉറപ്പിച്ച പോലെ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് നെടുമ്പുരയ്ക്കലാണെങ്കിൽ ചിത്രമായിട്ട് അലീന ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് വരികയാണ്. എന്നിട്ട് അലീന അവിടെ നിന്ന് പത്രം നോക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുപോടി, ഞാൻ പത്രം നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, ആദ്യം ചായ കുടി, അതിന് ശേഷം ഞാൻ പത്രം തെത്തുള്ളൂ, അല്ലെങ്കിൽ ചായ അവിടെ നിന്ന് ആറും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചായ എടുത്ത് കുടിക്കുന്നുണ്ട്. എന്നെ അന്നൊരു ജോലിക്ക് നിർത്തുന്ന വീട്ടിലെ കാര്യം പറഞ്ഞല്ലോ, അവർ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, വിളിച്ചില്ല, കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം. എത്ര നാളെന്നും പറഞ്ഞാൽ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയല്ലേ. അവർക്ക് എന്നെ താല്പര്യമില്ല. ഞാനാണെങ്കിലേ ഓർഫനേജിലേക്ക് പോയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ ഒരു ആയയുടെ ആവശ്യമുണ്ട്. അവിടെ ഇപ്പം LKG UKG ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ ഒരു ആയയെ വേണം. അപ്പം ഞാൻ അങ്ങോട്ട് പോയാലോ എന്ന് അലീന ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അവിടെ നിനക്ക് എത്ര ശമ്പളം കിട്ടാനാണ്? തുച്ഛമായ ശമ്പളമേ കിട്ടത്തുള്ളൂ, പക്ഷേ എനിക്ക് അവിടെ കഴിയാച്ച എന്നൊക്കെ അലീന പറയുന്നുണ്ട്. നിനക്ക് എന്താ എത്ര ധൃതി ഇവിടുന്ന് പോവാൻ? അല്ല ഞാൻ എത്ര ദിവസമൊന്നും പറഞ്ഞാൽ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞ് നിൽക്കുന്നത്? ഞാൻ പോയാലല്ലേ മാഡം തിരിച്ചു വരത്തുള്ളൂ. അപ്പോഴത്തേക്ക് ബാലചന്ദ്രന് ഭയങ്കര ദേഷ്യമാകുന്നുണ്ട്. ബാലചന്ദ്രൻ പറയാണ്, നിൻ്റെ മാഡം ഇങ്ങോട്ട് വന്നിട്ട് എന്തോ ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കുമോ? ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇവിടെ വന്ന് ഇക്ഷ എണ്ണ വരയ്ക്കാനാണ് ഇങ്ങോട്ട് വരുന്നതെന്നും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഭയങ്കരമായിട്ട് അലീനടുത്ത് ചൂടാവുന്നുണ്ട്. അലീന പെട്ടെന്ന് വല്ലാതാവുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഒന്നും പ്രത്യേകിച്ച് സാധിക്കാനൊന്നുമില്ല. നിനക്കെന്താണ് ഇവിടുന്ന് ഇത്രയും പോകാൻ ഇത്ര ധൃതി എന്നൊക്കെ ചോദിച്ച് അലീനെ കുറേ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ അലീന പറയുകയാണ്, ഞാനൊന്നും അച്ഛനോട് പറഞ്ഞില്ല, ഞാനിവിടെ നിന്നോളാം, ഒന്നും അച്ഛനോട് പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അലീന അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ വിഷമത്തോടെ അവിടെ വന്നിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ സ്റ്റാൻലി ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആൻറ്റിപ്പനും പൗലോസിനും മനസ്സിലാവുന്നില്ല എങ്ങോട്ട് പോകാൻ. കാറ് കഴുകിയിടാൻ പറഞ്ഞത്. അങ്ങനെ കാറൊക്കെ ആൻറ്റപ്പൻ കഴുകിയിട്ട് വൃത്തിയൊക്കെ അവിടെ കൊണ്ടിടുമ്പോഴത്തേക്ക് സ്റ്റാൻലി വരികയാണ്. സ്റ്റാൻലി എവിടെ യാത്രയ്ക്ക് പോകാനാണ് വന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കീ എടുക്കാൻ പറയുകയാണ് കുറച്ച് ദേഷ്യത്തോടെ ആൻറ്റപ്പനോട്. അങ്ങനെ ആൻറ്റപ്പൻ കീ എടുത്ത് വെക്കുന്നുണ്ട്. അതേപോലെ ബാഗ് എടുത്ത് വെക്കാനും പറയുന്നുണ്ട്. ഭയങ്കര ദേഷ്യത്തിലാണ് പറയുന്നത്. ആൻറ്റപ്പൻ പേടിച്ച് വിറച്ച് ഇങ്ങനെ ബാഗും എടുത്തുകൊണ്ട് വെക്കുന്നുണ്ട്. പൗലോസിനും പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അങ്ങനെ കാറുമായിട്ട് അവിടുത്തെ സ്റ്റാൻലി തിരിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ നെടുമ്പുരയിലേക്ക് രാവിലെ പോകാനായിട്ട് റെഡിയാവുകയാണ്. ഈ സമയത്താണെങ്കിൽ വീണ്ടും ചായയായിട്ട് വരികയാണ് അലീന. അച്ഛ, താഴെ രോഹിത്ത് കാത്തിരിപ്പുണ്ട്, അച്ഛൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ. അവൻ്റെ ബൈക്ക് ഇതുവരെ ശരിയായില്ലേ മോളെ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, 2 ദിവസത്തിനകം കിട്ടുമെന്ന് അച്ഛൻ്റെ കൂടെ പോകാമെന്നും പറഞ്ഞിരിക്കുക എന്ന് അലീന പറയുന്നുണ്ട്. ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് സ്റ്റാൻലിയുടെ കോൾ വരുന്നത്. പെട്ടെന്ന് അലീനെ ആ മുറിയിൽ നിന്ന് പറഞ്ഞു വിടുക, ഞാൻ വരാം മോള് പൊക്കോ എന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ്. ആ സമയത്ത് സ്റ്റാൻലിയുടെ കോൾ കണ്ട് ബാലചന്ദ്രൻ പെട്ടെന്ന് എടുക്കുന്നുണ്ട്. എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ പാലയിലേക്ക് ഓൺ ദ വേ ആണ് ബാലചന്ദ്രൻ ബിസിയാണോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, എനിക്ക് ബാലചന്ദ്രനെ അത്യാവശ്യം ഒന്ന് കാണണം, കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എവിടെ വെച്ച് കാണും? എൻ്റെ കടയിലേക്ക് വരുമോ? കടയിലേക്ക് വരത്തില്ല, ഞാൻ ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹോട്ടലിൻ്റെ പേരൊക്കെ പറയുകയാണ്. അങ്ങോട്ടേക്ക് വരാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ എത്തിക്കോളാം എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ഫോൺ വെക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ നല്ല ടെൻഷനാവുന്നുണ്ട്. സ്റ്റാൻലി എന്തിനായിരിക്കും പാലയിലേക്ക് വന്നത്? അങ്ങനെ ആകെപ്പാടെ ടെൻഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പം അവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ നല്ല ടെൻഷനുണ്ട് ബാലചന്ദ്രന്. ഈ സമയത്ത് സ്റ്റാൻലി വന്ന് ഹോട്ടലിൽ വന്ന് റൂമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നെടുമ്പുരയ്ക്കലാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്
ബാലചന്ദ്രൻ ഇറങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്ക് രോഹിത്തിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ അങ്ങ് പോയി. ഉടനെ അലീന പറയുന്നുണ്ട് അവൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് വിളിച്ചു. അപ്പോൾ ആ കൂട്ടുകാരൻ്റെ കൂടെ പോയെന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ് ആരാ മോക്കറിയാവോ എന്ന് ചോദിക്കുകയാണ്. അവൻ ആരുടെ കൂടെ പോയത്? അത് അവൻ്റെ ഒരു കൂട്ടുകാരൻ ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ബാലചന്ദ്രൻ പെട്ടെന്ന് ഇറങ്ങുവാണ്. ഉടനെ അലീന വന്ന് ചോദിക്കുന്നുണ്ട് അച്ഛ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല ഞാൻ ചായയും കൊണ്ട് വരുന്നവരച്ഛൻ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്തൊക്കെയോ ടെൻഷൻ ഉള്ളതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴും അച്ഛനൊന്നും മിണ്ടാതിരുന്നാണ് കഴിച്ചത്. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എനിക്കങ്ങനെ ടെൻഷൻ ഉണ്ടായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. നിനക്കങ്ങനെ തോന്നും. ഞാൻ പോയിട്ട് വന്നതിന് ശേഷം നിൻ്റെ സംശയങ്ങളൊക്കെ മാറ്റാം എന്ന് ബാലചന്ദ്രൻ പെട്ടത് കാറിലേക്ക് കയറുകയാണ്. ബാലചന്ദ്രൻ അവിടുന്ന് ഇറങ്ങാൻ വരുമ്പോൾ വീണ്ടും സ്റ്റാൻലി വിളിക്കുകയാണ്. സ്റ്റാൻലിയുടെ കോൾ എടുക്കുന്നുണ്ട്. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട് ഞാൻ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഹോട്ടലിൻ്റെ പേരൊക്കെ വീണ്ടും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെൻ്റെ ഫ്രണ്ടിൻ്റെ ഹോട്ടലാണെന്ന് ബാലചന്ദ്രൻ തിരിച്ച് പറയുന്നുണ്ട്. റൂം നമ്പരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ ഉടനെ എത്താം എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ശരി ഞാനിവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവരെ ഉടനെ കാണാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഫോൺ വെക്കുന്നുണ്ട്. ഈ സമയത്ത് കാറിൻ്റെ പുറത്ത് നിന്ന് അലീന ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഭയങ്കര ടെൻഷനോടെ ഇരിക്കുന്ന ബാലചന്ദ്രനെ വന്ന് ഗ്ലാസ് തട്ടുന്നുണ്ട്. എന്താ പ്രശ്നം? വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ബാലചന്ദ്രൻ എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. ബാലചന്ദ്രൻ പറയണം ഞാൻ എന്തോ മറന്നതുപോലെ. മോള് എൻ്റെ മുറി ഒന്ന് പൂട്ടിയൊന്ന് നോക്കാവോ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പം അലീന പറയാണ് അതിന് മുറി അച്ഛൻ പൂട്ടാറില്ലല്ലോ. അല്ല ഞാൻ പൂട്ടി കീ എവിടെ വെച്ച പോലെ തോന്നുന്നുണ്ട്, മോളൊന്ന് നോക്കാൻ പറയുകയാണ്. അങ്ങനെ അലീന അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ ഗോവർദ്ധനെ വിളിക്കുന്നുണ്ട്. ഗോവർദ്ധൻ എവിടെയാണ്? അരമണിക്കൂറിനകം ഞാൻ ഇവിടുന്ന് ഇറങ്ങും ബാലേട്ട. അത് പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങണം. അപ്പം ഉടനെ ഞാൻ 5 മിനിറ്റിനുള്ളിൽ ഇറങ്ങാമെന്ന് ബാലചന്ദ്രനോട് ഗോവർദ്ധൻ പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ അങ്ങ് വെക്കുകയാണ്. അലീന അകത്തേക്ക് പോയ സമയം നോക്കി ബാലചന്ദ്രൻ വണ്ടി എടുത്ത് പോവുകയാണ്. അലീന തിരിച്ചു വരുമ്പോഴത്തേക്ക് അച്ഛൻ കാറ് എടുത്ത് പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതെന്ത് പറ്റി അച്ഛന് എന്നുള്ളൊരു ടെൻഷനിൽ നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അലീനയാണെങ്കിൽ നമ്മൾ ശരണയെ വിളിക്കുകയാണ്. ശരണയാണെങ്കിൽ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ശരണയുടെ അമ്മ കൊണ്ടുവന്ന് ഫോൺ കൊടുക്കുന്നുണ്ട് അലീനയെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അലീനയാണെങ്കിൽ ശരണയോട് സംസാരിക്കുന്നുണ്ട്. മോൾ എന്ത് ചെയ്യുമായിരുന്നെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ചേച്ചി എന്നെ എത്ര ദിവസമായി വിളിച്ചിട്ട്, ചേച്ചി എന്താ വിളിക്കാഞ്ഞെന്നൊക്കെ കുറേ പരിഭവം പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞങ്ങളൊരു യാത്ര പോകുമെന്ന്. യാത്ര പോയിട്ട് വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞില്ലേ? അല്ല വന്നിട്ട് കുറച്ച് ദിവസമായല്ലോ, പിന്നെന്താ ചേച്ചി എന്നെ വിളിക്കാഞ്ഞെന്നൊക്കെ വീണ്ടും പരാതി പറയുന്നുണ്ട്. അത് നീ എങ്ങനെ അറിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസമായെന്ന്? അതൊക്കെ എനിക്കറിയാം, എനിക്ക് മൈൻഡ് റീഡിംഗ് ഉണ്ട്. ചേച്ചി എന്നെ വിളിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വിളിച്ചല്ലോ, നീ വിഷമിക്കണ്ട. ചേച്ചി നാളെ തന്നെ എന്നെ കാണാൻ ഇങ്ങോട്ട് വരുമെന്ന് ചോദിക്കുകയാണ്. നാളെയൊന്നും വരത്തില്ല, അടുത്ത ആഴ്ച വരാമെന്ന് അലീന പറയുന്നുണ്ട്. എന്തായാലും മോൾ നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതണം എന്ന് അലീന പറയുന്നുണ്ട്. ചേച്ചി അവിടുന്ന് പോകുന്ന കാര്യം എന്തായി? ചേച്ചി പോകുന്നുണ്ടോ എന്ന് ശരണയെ ചോദിക്കുന്നുണ്ട്. പോണം മോളെ, ഉടനെ തന്നെ പോകും. ചേച്ചി അവിടുന്ന് പോകണ്ട, ചേച്ചി അവിടെ തന്നെ നിന്നാൽ മതി. അപ്പം അലീന പറയുന്നുണ്ട് മോള് വിഷമിക്കേണ്ട, എവിടെ ആയാലും മോളെ കാണാനും മോളെ ഫോൺ ചെയ്യിക്കും. പിന്നെ എന്തിനാ മോള് വിഷമിക്കുന്നത്? എന്ന് എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് അലീന പറയുന്നുണ്ട്. അതിനുശേഷം അമ്മയുടെ ഈ ഫോൺ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട് അവളെങ്ങനെ അമ്മേ ഓക്കെ ആണോ, ആഹാരം കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുറച്ചൊക്കെ ആഹാരം കഴിക്കുന്നുണ്ട്. എപ്പോഴും അവളുടെ കൂടെ തന്നെ വേണം, അവൾക്ക് വേണ്ടുന്ന സപ്പോർട്ടെല്ലാം എല്ലാവരും കൊടുക്കണം എന്നൊക്കെ അലീന അമ്മയെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം മോളെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീനയാണെങ്കിൽ ശരണ്യയുടെ അമ്മയെടുത്ത് ശരണ്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കുകയാണ്.